യുഎഇയിൽ ക്രിസ്മസ് ഔദ്യോഗിക പൊതു അവധി ഇല്ലെങ്കിലും ഈ വർഷം ഡിസംബർ 25, 26 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഭൂരിഭാഗം സ്വകാര്യ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചു. ആഗോള ബിസിനസ് കലണ്ടറുമായി പൊരുത്തപ്പെടുന്നതിനും പ്രവാസികൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഇത് സഹായകമാകും. ശനി ഞായർ ദിവസങ്ങൾ കൂടി ചേരുന്നതോടെ പലർക്കും തുടർച്ചയായ 4 ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം തന്നെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് വിമാന ടിക്കറ്റ് നിരക്കിലെ 50% വരെയുള്ള വർധനവ് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് ജനുവരി 1 മുതൽ ബാങ്ക് വഴി മാത്രമേ ശമ്പളം നൽകാവൂ എന്ന് തൊഴിൽ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസാനത്ത് പ്ലാറ്റ്ഫോം വഴിയോ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ മാത്രമേ ഇടപാടുകൾ പാടുള്ളൂ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് ഈ സുപ്രധാന നീക്കം. ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കടുത്ത പിഴയുണ്ടാകും. ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം യുഎഇ സന്ദർശിക്കുകയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ബഹിരാകാശ ഗവേഷണം എന്നീ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾക്കും സഹകരണത്തിനും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കും. ഒപ്പം ദുബായ് ലൂപ്പ് എന്ന പേരിൽ ആസൂത്രണം ചെയ്യുന്ന ഭൂഗർഭ യാത്രാ സംവിധാനത്തെക്കുറിച്ചും ചർച്ച നടന്നു. ഒമാൻ സെൻട്രൽ ബാങ്ക് CBO ചരിത്രത്തിൽ ആദ്യമായി 1 റിയാലിന്റെ പോളിമർ നോട്ടുകൾ പുറത്തിറക്കി. നിലവിലുള്ള കോട്ടൺ നോട്ടുകളെക്കാൾ ഈട് നിൽക്കുന്നതും അതുപോലെ വെള്ളം നനഞ്ഞാലും കേടുപാടുകൾ സംഭവിക്കാത്തതുമാണിവ. നൂതന സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതുമാണ് ഈ നോട്ടുകൾ. ഒമാൻ ബൊട്ടാണിക് ഗാർഡൻ, ദുഖും പോർട്ട് എന്നിവയുടെ ചിത്രങ്ങളാണ് നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 ജനുവരി 11 മുതൽ ഇവ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. ബഹ്റൈൻ അധ്യക്ഷത വഹിച്ച 46ാമത് GCC ഉച്ചകോടിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയുടെ വേഗത കൂട്ടാനും വിദേശികൾക്കായി യൂറോപ്പിലെ ഷെങ്കൻ വിസയ്ക്ക് സമാനമായ GCC ഗ്രാൻഡ് ക്രൂയിസ് വിസ നടപ്പിലാക്കാനും അംഗരാജ്യങ്ങൾ ധാരണയിലെത്തി. ഒമാൻ ഭരണകൂടം മസ്കറ്റ് നൈറ്റ്സ് ആഘോഷങ്ങളുടെ പുതിയ പതിപ്പ് പ്രഖ്യാപിച്ചു. 2026 ജനുവരി 1 മുതൽ 31 വരെയാണ് പരിപാടി. ഖുറം നാച്ചുറൽ പാർക്ക്, മീറാത്ത് പാർക്ക് തുടങ്ങി 8 പ്രധാന കേന്ദ്രങ്ങളിലായിട്ടാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. ആധുനിക ഡ്രോൺ ഷോകൾ, ലൈറ്റ് ഫെസ്റ്റിവൽ, ഹെറിറ്റേജ് വില്ലേജുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കും. മസ്കറ്റിനെ മേഖലയിലെ പ്രധാന ശൈത്യകാല ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഈ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്യന്തം ആവേശകരമായ മാറ്റങ്ങളിലൂടെയാണ് ഗൾഫ് മേഖല കടന്നുപോകുന്നത്. യുഎഇയും സൗദിയും നിയമപരിഷ്കാരങ്ങളിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും ലോകശ്രദ്ധ നേടുമ്പോൾ ഒമാനും ബഹ്റൈനും ടൂറിസത്തിലും പ്രാദേശിക സഹകരണത്തിലും വലിയ മുന്നേറ്റം നേടുന്നു. നിയമപരമായ മാറ്റങ്ങൾ, സൗദിയിലെ ശമ്പള പരിഷ്കരണം പോലുള്ളവ പ്രവാസികൾ കൃത്യമായി ശ്രദ്ധിക്കുന്നത് വരും വർഷങ്ങളിൽ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.